ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു കമ്പാരിസൺ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അതായത് നമ്മുടെ ഗൂഗിളിലെ ജെമിനി ഉണ്ട്, അതേപോലെ തന്നെ ചാറ്റ് ജി പി ടി ഉണ്ട്. ചാറ്റ് ജി പി ടി ആയിരിക്കും നിങ്ങൾ മിക്കവാറും കുറേ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന സംഭവം. പിന്നെ ഗൂഗിളിൻ്റെ ജെമിനി ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാം, എന്നാലും കുറേ പേർക്കൊന്നും അറിയില്ല. ചാറ്റ് ജി പി ടി പോലത്തെ സെയിം സംഭവം നമ്മുടെ ഗൂഗിളിൽ ഇറക്കിയതാണ്. അതിൻ്റെ പേരാണ് ജെമിനി എ ഐ. അതേപോലെ തന്നെ ചാറ്റ് ജി പി ടി എ ഐ. രണ്ട് എ ഐകളാണ് മെയിനായിട്ട് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചോദിച്ചാലും അതിന് ആൻസർ കിട്ടും, കറക്റ്റായിട്ട് ആൻസർ കിട്ടും. അപ്പോൾ ഇത് ആണ് ഏറ്റവും ബെസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യണതെന്നാണ് നമ്മളിന്ന് ജസ്റ്റ് ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. നമ്മൾ സെയിം സംഭവങ്ങൾ രണ്ട് ആൾക്കാരോടും ചോദിച്ചു നോക്കും. ഞാൻ ഇവിടെ ലാപ്ടോപ്പിൽ ഓൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ ജെമിനിയും അതേപോലെ തന്നെ ചാറ്റ് ജി പി ടിയും രണ്ട് സ്ക്രീനായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൽ ഓരോന്ന് ചോദിക്കാം. അതിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല ഉത്തരങ്ങൾ തരുന്നത് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് ഫണ്ണായിട്ട് ജസ്റ്റ് ഒരു ജോക്ക് പറയാൻ പോവാണ്. അപ്പോൾ ഏതാണ് ഏറ്റവും നല്ല ജോക്ക് പറയാൻ ജസ്റ്റ് ഒരു ട്രയൽ പോലെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ജെമിനിയിലും അതേപോലെ തന്നെ ചാറ്റ് ജി പി ടിയിലും സെയിം ആയിട്ട് ടെൽ മി എ ജോക്ക് എന്ന് അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ടെൽ മി എ ജോക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചാറ്റ് ജി പി ടിയിൽ വന്നത് വൈ ഡോണ്ട് സ്കെൽട്ടൻസ് ഫൈറ്റ് ഈച്ച് അതർ ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ദ ഗട്ട്സ്. അപ്പോൾ അതാണ് നമ്മുടെ ചാറ്റ് ജി പി ടിയിൽ വന്ന കോമഡി. ജെമിനിയിൽ വന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഐ ട്രൈഡ് സ്റ്റാർട്ടിങ് എ ഹോട്ട് എയർ ബലൂൺ ബിസിനസ് ബട്ട് ഇറ്റ് നെവർ ടുക്ക് ഓഫ്. അപ്പോൾ ഏകദേശം അതേപോലത്തെ കോമഡികൾ തന്നെയാണ് രണ്ടെണ്ണത്തിലും കാണാൻ പറ്റുന്നത്. കോമഡി ഞങ്ങൾക്ക് ഇവിടെ വരുന്ന സംഭവങ്ങൾ സൈഡിലായിട്ട് ഞാൻ കൊടുക്കാം. നമ്മുടെ ചാറ്റ് ജി പി ടിയുടെയും ജെമിനിയുടെ സംഭവങ്ങൾ കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഡീപ്പായിട്ടുള്ള സംഭവങ്ങൾ നോക്കി നോക്കാം. അതായത് നമുക്ക് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും രണ്ടിലും. അപ്പോൾ ചാറ്റ് ജി പി ടിയിലും പറ്റും, അതേപോലെ തന്നെ ജെമിനിയിലും പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ആൻ ഇമേജ് ഓഫ് ക്യൂട്ട് പപ്പീനെ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാൻ പോവാണ്. അപ്പോൾ ഏതാണ് ഏറ്റവും അടിപൊളിയായിട്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ചാറ്റ് ജി പി ടിയിൽ വന്ന ഇമേജാണ് ഈ സൈഡിൽ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡോഗിൻ്റെ പോലെ തോന്നുന്നതാണ് ഈ ഒരു ഇമേജ് എന്ന് തോന്നുന്നു. അത് കുറച്ചും കൂടി ചെറിയൊരു പപ്പിയുടെ പോലെ തോന്നുന്നതാണ്. അതാണ് ചാറ്റ് ജി പി ടിയിൽ വന്നത്. അപ്പോൾ ഇത് ജെമിനിയിലത്തെയാണ് ഇമേജസ്. രണ്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇമേജസ് തന്നെയാണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. എനിക്ക് കുറച്ചും കൂടിയും കൂടുതൽ ക്വാളിറ്റി എനിക്ക് തോന്നുന്നത് ജെമിനിയിലാണെന്ന് തോന്നുന്നു. രണ്ടും അടിപൊളിയായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വേറെ എന്തെങ്കിലും കൂടി ഒന്ന് അടിച്ചു നോക്കാം. അതായത് വേറെ ഏതെങ്കിലും ഒരു കീവേഡും കൂടി അടിച്ചിട്ട് ജസ്റ്റ് ഒരു ഇമേജും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇമേജും കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് ക്രിയേറ്റ് എ ക്യൂട്ട് ഇമേജ് ഓഫ് ഷീറ്റ്സു പപ്പി എന്നാണ് കൊടുത്തത്. അപ്പോൾ ചാറ്റ് ജി പി ടിയിലത്തെ ഇമേജ് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജെമിനിയിലത്തെ ഇമേജ് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ജെമിനിയിൽ കുറച്ചും കൂടി ഒറിജിനാലിറ്റി ഉണ്ട്. അതായത് നമ്മുടെ ഷീറ്റ്സു പപ്പി ശരിക്കും അവിടെ എടുക്കണ പോലെ തോന്നും. ഇത് കുറച്ചും കൂടി കാർട്ടൂൺ സംഭവങ്ങളായിട്ടുള്ള ഇമേജസാണ് കൂടുതലും ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജെമിനി, അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ ചാറ്റ് ജി പി ടിയുടെ ഇമേജ്. അപ്പോൾ ഇമേജ് വൈസ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ജെമിനിയാണെന്ന് തോന്നുന്നു അടിപൊളി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള സംഭവങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ് ജസ്റ്റ് അടുത്ത കീവേഡ് കൊടുക്കാൻ പോകുന്നത് റൈറ്റ് ആൻ എസ്സേ ഓൺ മൈ ഹോബി എന്നാണ്. അതായത് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിനൊക്കെ നമ്മൾ എസ്സേ നോക്കില്ല. അപ്പോൾ ഏതാണ് കൂടുതൽ അടിപൊളിയായിട്ട് എസ്സേ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അത് രണ്ടിൽ എസ്സേകൾ വന്നു തുടങ്ങിയത്. എസ്സേ ഇവിടെ മൈ ഹോബി ഹാസ് ബീൻ ജസ്റ്റ് ലാസ്റ്റ് ടൈം ഇത് കുറച്ചും കൂടിയും എസ്സേ രൂപത്തിൽ എഴുതി വന്നേക്കുന്നത് ഇതാണെന്ന് തോന്നുന്നു, ചാറ്റ് ജി പി ടിയിലത്തെയാണെന്ന് തോന്നുന്നു. കാരണം ഇതിൽ കുറച്ച് ഇങ്ങനെ ഷെയർ ചെയ്ത് അങ്ങനെ കുറച്ച് ബ്ലാക്കറ്റ് കുറച്ച് സംഭവങ്ങൾ ഇടയിൽ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ സാധാരണ എസ് എഴുതുമ്പോൾ ഇങ്ങനെയാണല്ലോ എഴുതാറ്. അപ്പോൾ എസ് എയിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് ചാറ്റ് ജി പി ടി ആണ്. അപ്പോൾ ഇതാണ് ചാറ്റ് ജി പി ടിയിലെ എസ് എ. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ജെമിനിയിലത്തെ എസ് എ. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ്. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും കുറച്ച് സംഭവങ്ങൾ കൂടി നോക്കാം. അപ്പോൾ അതായത് നമ്മുടെ ജെമിനിയിലും അതേപോലെ തന്നെ ചാറ്റ് ജി പി ടിയും സെയിം ക്വസ്റ്റ്യൻ ആണ് കൊടുത്തത്. അതായത് ഒരു പാനയ്ക്ക് 10 രൂപയാണെങ്കിൽ 568 രൂപയ്ക്ക് എത്ര പാന കിട്ടുന്നതാണ് ഒരു സിമ്പിൾ മാത്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചാറ്റ് ജി പി ടിയിൽ ഇതേപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആൻസർ വന്നു. ജെമിനിയിൽ യു ക്യാൻ ബൈ 56 പെൻ വിത്ത് 568 റുപ്പീസ്. അങ്ങനെയാണ് ജസ്റ്റ് ഒറ്റ ലൈനിലാണ് ആൻസർ വന്നത്. അപ്പോൾ മാത്സ് കുറച്ചും കൂടി അടിപൊളി ചാറ്റ് ജി പി ടി ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റെപ്സ് ചോദിച്ചാൽ അവർ തരുമായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റെപ്സ് തരാൻ പറഞ്ഞപ്പോൾ കൃത്യം സ്റ്റെപ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റെപ്സ് ചോദിച്ചാൽ മാത്രമേ ഇത് തരുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഇതിൽ നമ്മളൊന്നും ചോദിക്കില്ല, ജസ്റ്റ് വെറുതെ ക്വസ്റ്റ്യൻ അടിച്ച് കൊടുത്തുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റെപ്സ് ആൻസർ ഉൾപ്പെടെയാണ് നമ്മുടെ ചാറ്റ് ജി പി ടിയിൽ കിട്ടിയത്. അതുപോലെ തന്നെ ജെമിനിയിൽ ചോദിച്ചാൽ അവർ കറക്റ്റായിട്ട് ആൻസർ പറയും. അപ്പോൾ അതാണ് അങ്ങനെയാണ് മാത്സിൻ്റെ ഒരു ഇത് വരുന്നത് രണ്ടെണ്ണത്തിലും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വേറൊരു സംഭവം കൂടി നോക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് അറിയാനുള്ള സംഭവം എന്ന് പറയുന്നത് അപ് ടു ഡേറ്റ് ആണ്. അതായത് എപ്പോഴും ഇന്നത്തെ കാര്യങ്ങൾ വരെ ഇതിൽ അറിയുമെന്ന് ജസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഹൂ ഈസ് ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ആസ് ഓൺ നവംബർ 23. ഞാനിന്ന് വീഡിയോ എടുക്കുന്ന ദിവസമാണ് ഇന്ന് നവംബർ 23, 2024 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസത്തെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺ ഏതാണെന്നാണ് ഞാൻ ജസ്റ്റ് രണ്ടാളോടും ചോദിച്ചിരിക്കുന്നത്, ജെമിനിയോടും അതേപോലെ തന്നെ നമ്മുടെ ചാറ്റ് ജി പി ടിയോടും. അപ്പോൾ ഇത് ചാറ്റ് ജി പി ടിയിൽ ആൻസർ വന്നു. ആസ് ഓൺ നവംബർ 23, richest person in the world is Elon Musk with a net worth of
$263 billion. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ആസ് ഓൺ November 23 എലോൺ മസ്ക് ഈസ് ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. ഹിസ് നെറ്റ് വർത്ത് ഹാസ് സർജ്ഡ് ടു ആൻ ഓൾ ടൈം ഹൈ. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അപ് ടു ഡേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം രണ്ടിലും ഇന്നത്തെ ഡേറ്റ് ചോദിച്ചപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് രണ്ടിലെ ആൻസർ വന്നിട്ടുണ്ട് November 23, 2024. അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഓക്കെയാണ്, സെയിം ആയിട്ട് തോന്നി. അപ്പോൾ തൽക്കാലം നമ്മൾ ഇത്രയും സംഭവങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും കമ്പാരിസൺ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴത്ത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ജസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്.